Assalamualaikum, welcome back to another video of Canvas Dreamer. So, ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ബിഗിനർ ആർട്ടിസ്റ്റിന്റെ കയ്യിൽ മിനിമം വേണ്ട കുറച്ച് ഡ്രോയിങ് ടൂൾസിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഈ വീഡിയോ ഞാൻ 4 പാർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പെൻസിലിനെ കുറിച്ചും ഷെയ്ഡിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ ഇറേസേഴ്സ് ആൻഡ് പേപ്പേഴ്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു പെൻസിൽ ഡ്രോയിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ടൂളാണ് പെൻസിൽ. ഞാൻ റീസെന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന പെൻസിലാണ് സ്റ്റെഡ്ലർ എന്ന ബ്രാൻഡിന്റെ. അത്യാവശ്യം ക്വാളിറ്റിയും എക്സ്പെൻസീവ് ആയിട്ടുള്ള പെൻസിൽസ് ആണ് ഈ ബ്രാൻഡിൻ്റെത്. കൊടുക്കുന്ന പ്രൈസിന് വർത്തി പെൻസിൽസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 6 ഷെയ്ഡ് റേഞ്ചിൽ വരുന്ന ഈ പെൻസിൽ സെറ്റ് അറൌണ്ട് ഒരു 700+ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. നോർമൽ പെൻസിലിനെക്കാളും അത്യാവശ്യം നല്ല സ്മൂത്ത്നെസ്സും ഡാർക്ക്നെസ്സും നമ്മുടെ പോർട്രേറ്റിന് ഈ പെൻസിൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ബിഗിനറിന് യൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് പെൻസിൽസ് ആണ് ആർട്ട്ലൈൻ എന്ന ബ്രാൻഡിന്റെ. ഞാൻ ബിഗിനർ ആയിരുന്ന ടൈം യൂസ് ചെയ്തിരുന്ന പെൻസിൽസ് ആയിരുന്നു ആർട്ട്ലൈൻ്റെ. ഇപ്പോഴും വരയ്ക്കുമ്പോൾ ഈ പെൻസിൽസ് ഇൻക്ലൂഡ് ചെയ്ത് വരയ്ക്കാറുണ്ട്. അത്യാവശ്യം ചീപ്പായിട്ടുള്ള പെൻസിൽസ് ആണ്. ഒരു ബിഗിനറിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. നിങ്ങൾക്ക് ഈ പെൻസിൽസ് വെച്ചും പോർട്രേറ്റ് വരയ്ക്കാൻ കഴിയും. കാംലിൻ ഡോംസ് പോലുള്ള പെൻസിലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബിഗിനർ ഫേസിൽ ഒരു ക്വാളിറ്റി ഡ്രോ ഈ പെൻസിൽസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. സ്റ്റെഡ്ലറിന്റെ സെയിം ബ്രാൻഡിന്റെ പെൻസിൽ തന്നെയാണിത്. ഇതിന്റെ ഷെയ്ഡ് റേഞ്ച് വരുന്നത് 100 EE ആണ്. പോർട്രേറ്റ്സിൽ അത്യാവശ്യം നല്ല ഡാർക്ക് ഏരിയാസിലൊക്കെ ഞാൻ ഈ പെൻസിൽ ഉപയോഗിച്ചാണ് ഷെയ്ഡ് ചെയ്തെടുക്കാറ്. ഇത് സ്റ്റോഴ്സിലൊക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് വാങ്ങാൻ കിട്ടുന്നത്. ഒരു സിംഗിൾ പീസിന് 90 to 95 റേറ്റ് ആണ് വരുന്നത്. ഇതിന്റെ HP പെൻസിൽസും അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ കിട്ടും. ഒരു പോർട്രേറ്റ് അല്ലെങ്കിൽ പെൻസിൽ ഡ്രോയിങ്ങോ വരയ്ക്കുന്ന ടൈമിൽ ഒരു നോർമൽ പെൻസിലും കൂടെ നിങ്ങളുടെ കയ്യിൽ കരുതാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പെൻസിൽസിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ആദ്യം ചീപ്പായിട്ടുള്ള പെൻസിൽസ് ഉപയോഗിച്ചതിന് ശേഷം അത്യാവശ്യം ഡ്രോയിങ് സ്കിൽ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ പെൻസിലിന്റെ ക്വാളിറ്റി കൂട്ടിയെടുത്ത് വരയ്ക്കേണ്ടത്. നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം വേണ്ട ഒരു ടൂളാണ് സ്കെയില്. ഗ്രിഡ് ലൈൻ മെത്തേഡൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ സ്കെയില് കയ്യിൽ കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. ഗ്രിഡ് ലൈൻ മെത്തേഡിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുള്ളവർ കമന്റ് ചെയ്യുക. ഉടനെ തന്നെ ഞാനൊരു വീഡിയോ അതിനെപ്പറ്റി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഷെയ്ഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ബ്ലെൻഡിങ് സ്റ്റംസും ബ്രഷസും ആണ്. കൂടുതൽ ഇപ്പോൾ ബ്രഷസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബ്ലെൻഡിങ് സ്റ്റംസ് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ പേപ്പർ വൃത്തികേടായി പോകാൻ സാധ്യത ഉണ്ട്. മാത്രമല്ല അതിന്റെ മേളിൽ നമ്മൾ ഇനി ഷെയ്ഡ് ചെയ്തെടുക്കാൻ ശ്രമിച്ചാലും ബുദ്ധിമുട്ടായിരിക്കും. ഞാനിവിടെ പെയിന്റിംഗ് ബ്രഷ് ആണ് ഷെയ്ഡിങ്ങിന് വേണ്ടി എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മേക്കപ്പ് ബ്രഷ് യൂസ് ചെയ്യാം. ഫ്ലാറ്റ് ടിപ്പ് അല്ലെങ്കിൽ റൗണ്ട് ടിപ്പ് വരുന്ന ബ്രഷസ് ആയിരിക്കും ഷെയ്ഡ് ചെയ്യാൻ കൂടുതൽ നല്ലത്. സോഫ്റ്റ് ബ്രിസ്റ്റൽസ് ഉള്ള ബ്രഷ് മാത്രമേ നമുക്ക് ഷെയ്ഡിങ്ങിന് വേണ്ടിയിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. ഒരിക്കൽ നമ്മൾ ഷെയ്ഡിങ്ങിന് എടുത്താൽ പിന്നെ നമ്മൾ പെയിന്റിങ്ങിനോ കാര്യങ്ങൾക്കൊന്നും എടുക്കാനും പാടില്ല. നിങ്ങൾക്ക് പെയിന്റ് ബ്രഷിന്റെ സൈസ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പെൻസിൽ ഡ്രോയിങ്ങിന് ഹൈലൈറ്റ് ചെയ്യാനും ഡീറ്റെയിലിങ്ങിനൊക്കെയാണ് കൂടുതലും ഇറേസേഴ്സ് ഉപയോഗിക്കുന്നത്. ഹൈലൈറ്റിങ്ങിനൊക്കെ ഞാൻ വൈറ്റ് ചെൽപ്പനാണ്. ഐ ഡീറ്റെയിലിങ്ങിനൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത്. ചെയ്യുന്ന വർക്കിനൊക്കെ കുറച്ചും കൂടി റിയലിസം തോന്നിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഇലക്ട്രിക് ഇറേസർ. ഇതിന് പകരം നിങ്ങൾക്ക് മോണോ സീറോ ഇറേസർ യൂസ് ചെയ്യാം. അത് നോർമൽ ആയിട്ടുള്ള ഒരു ഇറേസറാണ്. പെൻസിൽ പോലെ ഇരിക്കും. അതിന്റെ ടിപ്പിലാണ് ഇറേസർ വരുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിൽ വേണ്ട ഒരു ടൂളാണ് വൈറ്റ് ചാർക്കോൾ പെൻസിൽ. ഈ ടൂള് ഡാർക്കായ ഏരിയാസിനെ ഹൈലൈറ്റ് ചെയ്യാനും ചാർക്കോൾ ഡ്രോയിങ്സിനൊക്കെ ഒരു കോൺട്രാസ്റ്റ് കൊടുക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇതിനെ പെൻസിൽ ഇറേസർ എന്നും പറയാറുണ്ട്. ഇതോടൊപ്പം തന്നെ വരുന്ന ടൂളാണ് നീഡബിൾ ഇറേസർ. പേര് പോലെ തന്നെ വരുന്ന ഉപയോഗമാണ് ടെക്സ്ചേഴ്സ്, മൈക്രോ ഡീറ്റെയിലിംഗ് പോലെ പെൻസിൽ ഡ്രോയിങ്ങിന് ഒരു റിയലിസം തോന്നിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഈ ഇറേസർ. ഇത്രയാണ് ഇറേസറിന്റെ കാര്യത്തിൽ വരുന്നത്. പോർട്രേറ്റ് വരയ്ക്കാൻ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഐവറി ഷീറ്റ്സ് ആണ്. പെൻസിൽസിന്റെ ഓരോ സ്മൂത്ത് സ്ട്രോക്സിനും ഈ പേപ്പർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. A4 സൈസിലെ 250 GSM പേപ്പറാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. എല്ലാ സ്റ്റോഴ്സിലും ഈ ഷീറ്റ് അവൈലബിൾ ആണ്. പിന്നെ എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു ടൂളാണ് മെക്കാനിക്കൽ പെൻസിൽസ്. HP പെൻസിൽസിന്റെ സെയിം യൂസ് തന്നെയാണ് ഈ ടൂളിന് വരുന്നത്. പിന്നെ ഷാർപ്നറും കൂടെ ഉള്ളൂ. ഇത്രയും മെറ്റീരിയൽസും ടൂൾസും ആണ് ഒരു ബിഗിനറിന്റെ കയ്യിൽ മിനിമം വേണ്ടത്. എന്റെ കയ്യിൽ കറന്റ് ഇത്രയും ടൂൾസ് ആണ് ഉള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ വരുന്നത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.